ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനിയ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ചിദംബരം സംവിധാനം ചെയ്തു വന്ന ബാലൻ എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും C5 ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുള്ള ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്ന്, സിനിമയുടെ തുടക്കത്തിൽ ബാലനും അമ്മയും ജയിലിൽ കിടക്കുന്ന സമയം ബാലനും അച്ഛനും അമ്മയുമെല്ലാം ഒരു സ്ഥലത്ത് കഴിഞ്ഞു വരികയായിരുന്നുവെന്നും ബാലന്റെ അച്ഛനെ ആന ചവിട്ടിക്കൊന്നു എന്നുള്ള കഥയെല്ലാം പറഞ്ഞു കൊടുക്കുകയും ബാലൻ ഇതേ ചിത്രങ്ങൾ തന്നെ ആ ഭിത്തിയിൽ വരയ്ക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുകൂടാതെ ബാലൻ അവിടെ നിന്നും എണീറ്റ് അമ്മയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ആ സെല്ലിലെ മറ്റുള്ള ഭിത്തിയിലും പലതരം ചിത്രങ്ങൾ വരച്ചിട്ടിരിക്കുന്നതായും അവിടെയും ആനയെല്ലാം കൊടുത്തിരിക്കുന്നതായും കാണാം. സോ ഇവർ പിന്നീടും പറയുന്ന പലതരത്തിലുള്ള കഥകളെല്ലാം തന്നെ ബാലന്റെ അമ്മ മുൻപും ബാലനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നും അതിന്റെ ചിത്രങ്ങൾ ബാലൻ സെല്ലിലെ പല ഭാഗത്തായി വരച്ചിട്ടിരിക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആ ഭിത്തിയിലായി ഒരു പുരുഷന്റെ വലിയൊരു രൂപവും വരച്ചിട്ടിരിക്കുന്നതായി കാണാം. ഇത് ബാലന്റെ അച്ഛനായിട്ടുള്ള ബാലന്റെ അമ്മയെ സ്നേഹിച്ച് വഞ്ചിച്ചു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ രൂപമാകാം. കാരണം പിന്നീട് ബാലൻ സ്കൂളിൽ ചേർന്നതിന് ശേഷം ടീച്ചർ ബാലന്റെ അച്ഛനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ബാലൻ ഇതേ ചിത്രങ്ങൾ തന്നെയാണ് മനസ്സിൽ കാണുന്നത്. സോ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള അച്ഛന്റെ രൂപമാണ് ബാലൻ ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ വരച്ചിട്ടിരിക്കുന്ന രൂപങ്ങളിൽ താടി വെച്ചിട്ടുള്ള ഒരാളെയാണ് നമ്മൾ കാണുന്നത്. ഇത് ഏകദേശം ടൊവിനോയുടെ അബ്ബാസ് എന്ന ആ ഒരു ക്യാരക്ടറിനെ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ബാലന്റെ യഥാർത്ഥ അച്ഛൻ അബ്ബാസ് അല്ലെങ്കിലും സിനിമയിൽ പിന്നീട് ബാലന്റെ വളർത്തച്ഛനായിട്ട് വരുന്നത് ഈ അബ്ബാസ് ആണ്. അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു രൂപം തന്നെ ഇവിടെ വരച്ചിട്ടിരിക്കുന്നതായി കാണിച്ചത്. അതിനോടൊപ്പം തന്നെ അമ്മ ഇങ്ങനെ ബാലന് കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആദ്യം ഇവർ ഒരു ലോറിയിൽ കയറിയാണ് മറ്റൊരു നാട്ടിലേക്ക് പോയതെന്ന് പറയുകയും ബാലൻ അപ്പോൾ ലോറിയോ എന്ന് ചോദിക്കുകയും അമ്മ അല്ല, ബസ്, നീല ബസ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ലോറി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ബാലൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടുന്ന സമയത്ത് ഒരു ലോറിയിൽ കയറി യാത്രയാകുന്നത്. അതുപോലെ തന്നെ ആയിരിക്കാം അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥകളിലെ ഒരാളെ കണ്ടപ്പോൾ, അബ്ബാസിനെ കണ്ടപ്പോൾ അയാളുടെ കൂടെ പോകാൻ അവൻ തീരുമാനിച്ചതും. അതേപോലെ ബാലന്റെ അമ്മ തന്റെ ഭർത്താവിനെ വെട്ടിക്കൊന്നുവെന്നെല്ലാമാണ് പറയുന്നത്. സോ ഇതുപോലൊരു ചിത്രം തന്നെ ആ ഒരു സെല്ലിൽ ഒരിടത്ത് വരച്ചിട്ടിരിക്കുന്നതായി നമുക്ക് കാണാം. സിനിമയിൽ ബാലന് അമ്മയോട് ഒരുപാട് സ്നേഹമാണ്. അമ്മ പറയുന്നതെല്ലാം അനുസരിക്കുകയും അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരികെ എത്താൻ ശ്രമിക്കുന്നുമെല്ലാം ഉണ്ട്. എന്നാൽ സിനിമയുടെ മൊത്തത്തിലുള്ള കഥ നോക്കുകയാണെങ്കിൽ ബാലന്റെ അമ്മ തന്നെയാണ് ബാലനോട് ഏറ്റവും കൂടുതൽ ക്രൂരതകൾ ചെയ്തിട്ടുള്ളത്. ബാലനെ ഒരു അടിമയാക്കി വെച്ചിരിക്കുന്നതെന്ന് കാണാം. ബാലന് കൂട്ടുകാരോടൊപ്പം കളിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതും ബാലന് അടുപ്പക്കാരുണ്ടാകുന്നത് പോലും, ആ ചായക്കടക്കാരൻ കൊച്ചുമകനായി കാണുന്ന സമയത്ത് ആ അടുപ്പക്കാരൻ ഉണ്ടാകുന്നത് പോലും തടയുന്നതും, പലപ്പോഴും അവന്റെ സ്കൂളിൽ പോകാനുള്ള സ്വാതന്ത്ര്യത്തെ വരെ വിലക്കി തന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രം ബാലനെ വളർത്തുന്നത് അമ്മയാണ്. അതായത് ബാലനെ യഥാർത്ഥത്തിൽ ഒരു അടിമയെ പോലെ കൊണ്ടു നടക്കുന്നത് അമ്മ തന്നെയാണ്. ഇതുകൊണ്ടാണ് ബാലനും അമ്മയുമായി വേർപിരിയുന്ന ആ ദിവസം ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിവസമായിരുന്നു എന്ന് കാണിക്കുന്നത്. അതായത് തങ്ങളെ അടിമകളാക്കി വെച്ചിരുന്ന ബ്രിട്ടീഷുകാരിൽ നിന്നും ഭാരതാംബയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ഇവിടെ ബാലനെ അടിമയാക്കി വെച്ചിരുന്ന അമ്മയിൽ നിന്നും ബാലന് സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസമാണ് അന്നെന്നാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ആ സീൻ നമ്മളെ കാണിക്കുന്നത് ബാലൻ തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റ് ടീച്ചർക്ക് ഇഷ്ടമായെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരും ബാലന് വേണ്ടി കൈയടിക്കുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ ബാലന് കിട്ടിയ സ്വാതന്ത്ര്യത്തെ എല്ലാവരും കൈയടിക്കുന്നു, ആ ഒരു സ്വാതന്ത്ര്യത്തെ എല്ലാവരും ആഘോഷിക്കുന്നു എന്ന രീതിയിലാകാം സംവിധായകനും തിരക്കഥാകൃത്തും ഉദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ അന്നാണ് ബാലന് ആദ്യമായി ഒരു ഫ്രണ്ടിനെ കിട്ടുന്നതെന്നും എടുത്ത് കാണിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ബാലന്റെ അമ്മ ഒരു മോശം ക്യാരക്ടർ ആണെന്ന് സിനിമയുടെ തുടക്ക ഭാഗത്ത് തന്നെ കാണിക്കുന്നുണ്ട്. അതായത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ജയിൽ സൂപ്രണ്ട് ബാലന്റെ അമ്മയ്ക്ക് ഒരുപാട് ക്യാഷ് കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ഹോട്ടലിൽ എത്തുന്ന സമയത്ത് തന്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജോലി നേടിയെടുക്കാനാണ് ബാലന്റെ അമ്മ ശ്രമിക്കുന്നതും. അവിടെ വെച്ച് തന്നെ അവൾ കള്ളം പറയുന്നവളാണ്, ഒരു കള്ളിയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ആ സമയം കടക്കാരൻ പൈസ ഇല്ലാഞ്ഞിട്ടാണോ ഇതെല്ലാം വെട്ടിവിഴുങ്ങിയത് എന്നെല്ലാം ചോദിക്കുന്ന സമയത്ത് വിശന്നിട്ടാണ് എന്ന് ബാലന്റെ അമ്മ പറയുകയും അവിടെ വെച്ച് ഒരു സിമ്പതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി അകന്നു നിൽക്കുന്ന മകനെ കടക്കാരന്റെ മുന്നിലേക്ക് നീക്കി നിർത്തുന്നതായും ആ മകനെ കണ്ടുകൊണ്ടാണ് ആ ഒരു സിമ്പതിയുടെ പുറത്ത് അയാൾ പൈസ വേണ്ട പൊയ്ക്കോ എന്ന് പറയുകയും ചെയ്യുന്നത്. അവിടെയും ആ മകനെ ദുരുപയോഗം ചെയ്യുകയാണ് ബാലന്റെ അമ്മ ചെയ്യുന്നത്.
അതേപോലെ തന്നെ കടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന സമയത്ത് ബാലന്റെ അമ്മ ഇടം കണ്ണിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്നതായും ആ സമയം കടക്കാരൻ പുറത്തേക്ക് വന്ന് നിൽക്കുന്നത് അമ്മ കാണുകയും പെട്ടെന്ന് നടത്തത്തിന്റെ സ്പീഡ് കൂട്ടുകയും അയാൾ തങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു സ്ഥലത്ത് നിന്ന് നിൽക്കുകയുമാണ് ചെയ്യുന്നത്. അതിലൂടെ അയാൾ തങ്ങളെ കണ്ടതുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്നത് കൊണ്ട് മിക്കവാറും അയാൾ തിരിച്ച് വിളിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബാലന്റെ അമ്മ അങ്ങനെ തന്നെ പെരുമാറുന്നത്. സോ ഇങ്ങനെയെല്ലാം നോക്കുന്ന സമയത്ത് ബാലന്റെ അമ്മ ഒരു മോശം ക്യാരക്ടറാണ്. തൻ്റെ മകനെ ഒരു അടിമയെ പോലെ കൊണ്ടു നടക്കുന്ന ആളാണ്, എപ്പോഴും കള്ളം പറയുന്ന വ്യക്തിയാണ് എന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ബാലന്റെ അമ്മ പറയുന്ന താൻ ജയിലിലാകാനുള്ള കാരണം തന്നെ ഒരാൾ സ്നേഹിച്ചു വഞ്ചിച്ചു എന്നിട്ട് അവനെ താൻ കൊന്നു എന്നുള്ള കാര്യവും സത്യമാണ് എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. ഒരുപക്ഷെ അവൻ നല്ലവനായിരിക്കുകയും ഇവൾ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അവനെ കൊന്നതാകാനും സാധ്യതയുണ്ട്. അതേപോലെ ബാലന്റെ അമ്മ ആ ഒരു കടയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പത്രം നോക്കുന്നതായി കാണിക്കുന്നുണ്ട്. പിന്നീട് ആലപ്പുഴയിലുള്ള ഒരു സ്ഥലത്തോ മറ്റോ എത്തുന്ന സമയത്ത് അവിടെയുള്ള ഒരു സിസ്റ്ററിനെ ഈ പത്രം കാണിക്കുന്നതായും അതിലൂടെ ജോലിക്ക് കയറുന്നതായിട്ടുമാണ് കാണിക്കുന്നത്. അതായത് ആ ചായക്കടയിൽ ആ സമയം യാതൊരു പ്രശ്നമില്ലായിരുന്നുവെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അടുത്തതായി പോയി ജോലി ചെയ്യേണ്ട സ്ഥലത്തെക്കുറിച്ച് മുൻകൂട്ടി തന്നെ ബാലന്റെ അമ്മ പത്രത്തിൽ നോക്കി വെക്കാറുണ്ട് എന്നാണ് കാണിക്കുന്നത്. മറ്റൊന്ന്, ഇവരിങ്ങനെ ആ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ തന്റെ പുതിയ പേര് എന്താണെന്ന് ചോദിക്കുകയും ബാലന്റെ അമ്മ എന്തോ ഒരു പേര് പതിയെ പറയുകയും ചെയ്യുന്നുണ്ട്. സോ ആ പേരായി സബ്ടൈറ്റിൽ കാണിക്കുന്നത് ആദിശേഷൻ എന്നാണ്. അതായത് ആ കുട്ടിയുടെ യഥാർത്ഥ പേരാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ചിദംബരത്തിന്റെ അനിയനായിട്ടുള്ള ഗണപതി ചിദംബരത്തിന്റെ മറ്റ് 2 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയിൽ അങ്ങനെ പ്രത്യേകം റോളുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ബാലന്റെ അമ്മ ജോലി ചെയ്യുന്ന തിയേറ്ററിൽ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നതായും ആ സിനിമയിൽ നായകനായി വന്നിരിക്കുന്നത് ഗണപതിയാണെന്ന് പോസ്റ്ററിൽ കൊടുത്തിട്ടുമുണ്ട്. പിന്നീട് ബാലനും അമ്മയും രജനി എന്നൊരു സ്ത്രീയുടെ വീട്ടിൽ നിൽക്കുന്നതായും അവരുടെ മകനായിട്ടുള്ള വസുദേവ് സ്കൂൾ വിട്ട് ഓട്ടോയിൽ വന്നപ്പോൾ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയെന്നും പറയുന്നുണ്ട്. പിന്നീട് ബാലനും അമ്മയും ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയത്ത് അവിടെയുള്ള ടിവിയിലായി ഒരു ആക്സിഡന്റിന്റെ വാർത്ത കാണിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ അതൊരു ഓട്ടോ വന്ന് ഒരു കടയുടെ മുന്നിലോ മറ്റോ ഇടിക്കുന്നതാണെന്നും അതിലൂടെ നേരത്തെ പറഞ്ഞിട്ടുള്ള വസുദേവ് ഉൾപ്പെടെയുള്ള കുട്ടികൾ മരണപ്പെട്ട വാർത്തയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മനസ്സിലാക്കാം. ഇതിനുശേഷം മാനസിക രോഗിയായിട്ടുള്ള യഥാർത്ഥ ഷേർലി എന്ന ആ ഒരു പെൺകുട്ടിയുടെ ID കാർഡ് ബാലന്റെ അമ്മയുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അവൾ സന്തോഷിക്കുന്നതായി കാണാം. ആ സമയം അവിടെ വന്നിരിക്കുന്ന ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം അവളുടെ മുഖത്തേക്ക് അടിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ആ സമയം എങ്ങോട്ട് പോകണമെന്നറിയാൻ നിൽക്കുന്ന ബാലന്റെ അമ്മയുടെ അടുത്തേക്ക് പുതിയൊരു വെളിച്ചം വരുന്നു, പുതിയൊരു ജീവിതം വന്നിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ പ്രകാശത്തിലൂടെ കാണിച്ചിരിക്കുന്നത്. ശേഷം ഷേർലി എന്ന പേരിൽ ബാലന്റെ അമ്മയും ബാലനും അമ്മാമ്മയുടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ഇവർ കതകിൽ വന്ന് മുട്ടുന്നതായും അകത്തേക്ക് കയറി നോക്കുമ്പോൾ അമ്മാമ്മ ഉറങ്ങിക്കിടക്കുന്നതായും ആ സമയം അവിടെ ഫോൺ ബെല്ലടിക്കുകയും ബാലന്റെ അമ്മ അതെടുത്ത് സംസാരിക്കുകയും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അമ്മാമ്മ തോക്കും ചൂണ്ടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിലൂടെ അതുവരെ അമ്മാമ്മ ഉറങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും ഇവർ കതകിൽ മുട്ടിയിട്ട് അറിഞ്ഞിട്ടില്ല എന്നും ഒരുപക്ഷെ ഫോൺ ബെല്ലിന്റെയോ അല്ലെങ്കിൽ ബാലന്റെ അമ്മ സംസാരിക്കുന്നതോ കേട്ടുകൊണ്ടായിരിക്കാം അമ്മാമ്മ എണീച്ച് വന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആ സമയം അമ്മാമ്മ ഉറക്കം നടിക്കുകയായിരുന്നു. അതായത് ഇതിനു ശേഷം വരുന്നൊരു സീനിൽ അമ്മാമ്മ ഇതേ സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങുമ്പോൾ കുറച്ച് കുട്ടികൾ ആ ഒരു പറമ്പിലേക്ക് വരികയും ആ സമയം ഒരു കുട്ടിയുടെ കാലുകൊണ്ട് അവിടെയുള്ള ഒരു മരക്കൊമ്പ് ഒടിയുകയും ചെയ്യുന്ന സമയത്ത് അത് അത്രയും ദൂരെ ആയിരുന്നിട്ട് പോലും ആ ശബ്ദം കേട്ടുകൊണ്ട് അമ്മാമ്മ ഉണരുന്നതായും തോക്കെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നതായും കാണിക്കുന്നുണ്ട്. സോ എന്നിരുന്നിട്ടാണ് വീട്ടിൽ വന്ന് മുട്ടിയിട്ടും അമ്മാമ്മ ഉണരുന്നില്ല എന്ന് കാണിച്ചത്. സോ അതിലൂടെ വീട്ടിൽ ആരോ വന്ന് മുട്ടിയപ്പോഴും അമ്മാമ്മ ഉറക്കം നടിക്കുകയായിരുന്നുവെന്നും ഇവർ അകത്തേക്ക് കയറിയതിനു ശേഷം തോക്കെടുത്തുകൊണ്ട് വന്നതാണെന്നും മനസ്സിലാക്കാം. ഇതിനുശേഷം ആ ഒരു സ്ഥലത്ത് തന്നെ ബാലന്റെ അമ്മ ബാലനെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് വസുദേവ് എന്ന പേര് കൊടുക്കുന്നത് നേരത്തെ ആക്സിഡന്റ് ആയി പോയിട്ടുള്ള ആ ഒരു കുട്ടിയുടെ പേരിലാണ്. ഇതിന് കാരണം അന്ന് യഥാർത്ഥ വസുദേവ് ആക്സിഡന്റ് ആകുന്ന സമയത്ത് ബാലന്റെ അമ്മയോട് വസുദേവിന്റെ അമ്മ വസുദേവിന്റെ കുറച്ച് ID കാർഡുകളുടെയും മറ്റും ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ടുവരാൻ പറയുന്നുണ്ട്. സോ ആ പേപ്പറുകളൊന്നും തിരിച്ചു കൊടുക്കാതെയാണ് ബാലന്റെ അമ്മ അവിടെ നിന്നും പോയിരിക്കുന്നത്. കാരണം മറ്റൊരു സീനിൽ ഷേർലിയുടെ ID കാർഡ് എടുത്ത് ബാലന്റെ അമ്മ നോക്കുന്ന സീനിൽ അവിടെ നേരത്തെ വസുദേവിന്റെ അമ്മ കൊടുത്തിട്ടുള്ള ആ ഒരു മുദ്രപത്രങ്ങളും മറ്റും ബാലന്റെ അമ്മയുടെ കയ്യിലുണ്ടെന്ന് കാണാം. സോ ഈ രേഖകളും വസുദേവിന്റെ യഥാർത്ഥ ID കാർഡും മറ്റും വെച്ചുകൊണ്ട് ആ ID കാർഡിൽ ബാലന്റെ ഫോട്ടോ കയറ്റി വെച്ചുകൊണ്ടാണ് ബാലന്റെ അമ്മ വസുദേവ് എന്ന പേരിൽ ബാലനെ സ്കൂളിൽ ചേർക്കുന്നത്.
മറ്റൊന്ന്, ബാലന്റെ അമ്മ അമ്മാമ്മയോട് തന്നെ കാമുകൻ ചതിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതൊരു കഥയായി പറയുകയും ആ സമയം കാമുകനെ രാക്ഷസനായി ഉപമിക്കുകയും തന്നെ ഒരു രാജകുമാരിയായിട്ടുമാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെ അവിടെ രാക്ഷസൻ എന്ന് പറയുന്ന സമയത്ത് ഒരു സിംഹത്തിന്റെയോ കടുവയുടെയോ മറ്റോ വാ തുറന്നു പിടിച്ച രീതിയിലുള്ള ശില്പം കാണിക്കുകയും താൻ അവിടെ ഇരയാണ് എന്ന് പറയുന്ന സമയത്ത് ബാലന്റെ അമ്മയുടെ പുറകിൽ അത്തരത്തിൽ കടുവയുടെയും സിംഹത്തിന്റെയും എല്ലാം ഇരയായി വരുന്ന ഒരു മാനിന്റെ ശില്പവും വെച്ചിരിക്കുന്നതായി കാണാം. ബാലന്റെ അമ്മ മുൻപ് താൻ പ്രണയത്തിൽ പെട്ടപ്പോൾ അത് അവളുടെ ജീവിതം തകർത്തു എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവർ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ലവ് സിമ്പൽ കണ്ടുകൊണ്ട് ബാലൻ എന്താണ് ഇതെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇഷ്ടപ്പെടാത്തതുപോലെ പിന്നീട് പറഞ്ഞു തരാമെന്ന് പറയുന്നത്. എന്നാൽ ഇതിനുശേഷം അവൾ തന്റെ ജീവിതം സേഫായി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് കാതിലിടുന്നതിനായി ഒരു ലവ് സിമ്പലുള്ള കമ്മൽ തന്നെ സെലക്ട് ചെയ്യുന്നതായും ഈ സമയം വീണ്ടും അവളുടെ ജീവിതം തകരുന്നത് പോലെ അങ്ങോട്ടേക്ക് ഷംനാത്ത കടന്നു വരുന്നതായും കാണിക്കുന്നുണ്ട്. അതായത് അവൾ മുൻപ് പ്രണയത്തിലായപ്പോഴും പിന്നീട് ആ പ്രണയ സിമ്പലുള്ള കാര്യം ഇഷ്ടപ്പെട്ടപ്പോഴുമെല്ലാം അവളുടെ ജീവിതം നാശത്തിലേക്ക് പോയതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ബാലൻ മിസ്സായതുകൊണ്ട് സിസിലി എന്ന ക്യാരക്ടറിന് ഏകദേശം ജോലി നഷ്ടപ്പെട്ടതുപോലെയാണ് ആദ്യം കാണിക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം പവിത്രൻ സിസിലിയുടെ ഫേസ്ബുക്ക് പേജ് നോക്കുന്ന സമയത്ത് അവിടെ സിസിലി അപ്പോഴും പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ അവൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഗിരീഷ് ഏടിയുടെ ഫ്രാൻസിസ് എന്ന ക്യാരക്ടറിനെയാണെന്ന് കാണാം. ഒരുപക്ഷെ അവളുടെ ജോലി നഷ്ടപ്പെട്ടു പോയിട്ടും അത് തിരിച്ചെടുത്ത് കൊടുത്തതോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടാതെ അവളെ സംരക്ഷിച്ചതോ ഈ ഫ്രാൻസിസ് എന്ന SI ആയിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം പവിത്രനിൽ നിന്നും അകന്നതിന് ശേഷം അവൾ തന്നോട് ആത്മാർത്ഥ പ്രണയമുള്ള ഫ്രാൻസിസിനെ തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നതായി കാണിച്ചത്. അതേപോലെ ഈ ഷംന എന്ന ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് അവൾക്ക് പിങ്ക് നിറം ഒരുപാട് ഇഷ്ടമാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ജയിലിൽ വെച്ച് അവൾ ഉപയോഗിക്കുന്ന കണ്ണാടിയിലും ഫാനിലുമെല്ലാം നമുക്ക് ഈ പിങ്ക് നിറം കാണാം. അതേപോലെ പിന്നീട് ഇവളെ കാണിക്കുന്ന സമയത്ത് അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലും മൊബൈൽ ഫോണിലും നെയിൽ പോളിഷിലും ബാഗിലും വരെ ഈ പിങ്ക് നിറം ഉപയോഗിച്ചിരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. ലേഡി സ്റ്റോറിൽ വെച്ച് ബാലന്റെ അമ്മ ഷംനയുടെ അടുത്തു നിന്നും രക്ഷപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും കൃത്യമായി ഷംന ബാലന്റെ അമ്മയെ തേടി പിടിച്ചു വരുന്നുണ്ട്. സോ അതെങ്ങനെ വളരെ കൃത്യമായി അവിടേക്ക് എത്തിയെന്ന് കാണിച്ചിട്ടില്ലെങ്കിലും ധൃതിയിൽ ബാലന്റെ അമ്മ ഒരു ബസ് പിടിച്ചു പോകുമ്പോൾ ഷംന അത് കാണുകയും ആ ബസ്സിനെ ഫോളോ ചെയ്തുകൊണ്ട് അതുപോയിട്ടുള്ള സ്ഥലങ്ങൾ വെച്ചുകൊണ്ടായിരിക്കാം ഷംന അവളുടെ അടുത്തേക്ക് എത്തിയതെന്നും അനുമാനിക്കാം. അടുത്തത്, ബാലൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇടുന്ന ബാഗിലായി നമുക്കൊരു യൂണിക്കോണിന്റെ ചിത്രം കാണാം. പിന്നീട് വർഷങ്ങൾക്കിപ്പുറം ബാലൻ ആ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുമ്പോഴും ഒരു ബാഗ് ധരിച്ചിരിക്കുന്നതായും അവിടെയും ഒരു കുതിരയുടെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. സിനിമയുടെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും തമ്മിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ആദ്യ പകുതിയിൽ ബാലൻ അമ്മയുടെ കൂടെ ആയിരുന്നുവെങ്കിൽ രണ്ടാം പകുതിയിൽ ഭൂരിഭാഗവും അച്ഛന്റെ കൂടെ, വളർത്തച്ഛന്റെ കൂടെയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അമ്മയോടൊപ്പം കഴിയുന്ന സമയത്ത് ബാലന് പേരില്ല, ഫ്രണ്ട്സ് ഇല്ല എന്നെല്ലാമാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അബ്ബാസിന്റെ അടുത്ത് എത്തിയതിനു ശേഷം രണ്ടാം പകുതിയിൽ അവന് പവിത്രൻ എന്നൊരു പേരുള്ളതായും അവന് ഫ്രണ്ട്സ് ഉള്ളതായും അവൻ ഒരുപാട് പേരുടെ കൂടെ ഇടപഴകുന്നതായും സ്വന്തമായി സമ്പാദിക്കുന്നതായിട്ടും എല്ലാം കാണിക്കുന്നുണ്ട്. അതേപോലെ അമ്മയുടെ കൂടെ ഉള്ള സമയത്ത് ഇവർ ഒരു സ്ഥലത്ത് നിൽക്കാതെ പല സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു സ്ഥലത്ത് നിൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ വീണ്ടും ദുരന്തം സംഭവിച്ചതും അവർ അകന്നു പോവുകയും ചെയ്യുന്നത്. നേരെ ഓപ്പോസിറ്റായി അബ്ബാസിന്റെ സ്ഥലത്ത് അവർ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നതായും അവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് ബാംഗ്ലൂരിലേക്ക് പോകണമെന്ന് ബാലൻ തീരുമാനിക്കുന്ന സമയത്ത് വീണ്ടും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതായും ബാലൻ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചെത്തുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ സിനിമയിലെ ഫസ്റ്റ് ഹാഫിൽ നിന്നും സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് മിക്ക കാര്യങ്ങളും നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കാണാം. അതേപോലെ ബാലനോട് അമ്മ പറയുന്നുണ്ട്, ഒരു കഥയും ആരോടും പറയല്, പ്രത്യേകിച്ച് പോലീസുകാരോടെന്ന്. ഇതുകൊണ്ടാണ് പോലീസ് പിടിച്ചതിന് ശേഷവും എത്ര ചോദ്യം ചെയ്തിട്ടും അവൻ പോലീസുകാരോട് ഒന്നും പറയാതിരുന്നത്. എന്നാൽ അമ്മ ഒരു കള്ളിയായതുകൊണ്ട് അല്ലെങ്കിൽ അമ്മ ഒരുപാട് കള്ളത്തരങ്ങളെല്ലാം അവനെ പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാകാം ഒരു കള്ളനെ കണ്ട സമയത്ത് അവനോട് എല്ലാ കാര്യങ്ങളും ബാലൻ തുറന്നു പറയുകയും ചെയ്യുന്നത്. ഇനി സിനിമയിൽ വന്നിട്ടുള്ള ചില പ്രധാന സംശയങ്ങളാണ്. ഇതിനെപ്പറ്റി മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്നാലും അതിലെ ചില പ്രധാന കാര്യങ്ങളും അഡീഷണലായി 1-2 കാര്യങ്ങളും വളരെ വേഗം തന്നെ പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിലൊന്നാമത്തത്, എന്തുകൊണ്ടാണ് സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ബാലന്റെ അടുത്തേക്ക് ബാലന്റെ അമ്മ ആ കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം ഓടിയെത്താതിരുന്നത്? അതിന് കാരണം ഈ 2 സ്ഥലങ്ങളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. താക്കോൽ എന്ന ഗാനത്തിൽ തന്നെ നമ്മൾ കാണുന്നതാണ്, ബാലൻ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് ദൂരം സഞ്ചരിച്ചാണ് ഇവർ ആ വീട്ടിലേക്ക് എത്തുന്നത്. ആരും
എവിടെയാണ് ഇവർ താമസിക്കുന്നതെന്ന് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയാണ് ബാലന്റെ അമ്മ ഇത്രയും ദൂരെയുള്ള ഒരു സ്ഥലത്ത് സ്കൂൾ ബസ്സിൽ ഇറങ്ങാനായി പറയുന്നത്. കൂടാതെ ബാലൻ മിസ്സാകുന്ന കേസും ആ വീട്ടിൽ നടന്ന കൊലപാതക കേസുകളും വരുന്നത് 2 സ്റ്റേഷൻ പരിധിയിലാണെന്ന് കാണിക്കുന്നുമുണ്ട്. ഇതിലൂടെയും ആ 2 സ്ഥലങ്ങളും തമ്മിൽ ഒരുപാട് ദൂര വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ സാധാരണ ദിവസങ്ങളിൽ ബാലന്റെ അമ്മ വളരെ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും അവിടെ എത്തുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ആ ദിവസം 4 മണിക്കാണ് അമ്മാമ്മയുടെ മകന്റെ കോൾ വരുന്നത്. സോ ആ സമയം തന്നെ ബാലൻ സ്കൂൾ വിട്ടുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ എത്തിയിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീർത്തുകൊണ്ട് ബാലന്റെ അമ്മ ഓടി അവിടേക്ക് എത്തുകയാണെങ്കിലും ഇത്രയും ദൂരം താണ്ടി എത്തുമ്പോൾ ഒരുപാട് സമയം പിന്നിട്ടിട്ടുണ്ടാകും. ഈ സമയത്തിനുള്ളിൽ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ബാലനെ ആരെങ്കിലുമെല്ലാം കാണുകയും അവിടെ ആളുകൾ കൂടുകയും ചെയ്തിരിക്കാം. അതുകൊണ്ട് തന്നെ ബാലന്റെ അമ്മ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ആളുകളെ കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്താതിരുന്നതും ബാലനെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയാതെ വന്നതുമായിരിക്കണം. മറ്റൊന്ന്, ആ മാനസിക രോഗിയായിട്ടുള്ള പെൺകുട്ടിയുടെ ചെവിയിൽ എന്താണ് ബാലന്റെ അമ്മ പറഞ്ഞു കൊടുത്തത്? അത് സബ്ടൈറ്റിലിൽ കാണിക്കുന്നുണ്ട്. നിന്റെ മകനെ കൊന്നവരാണ് അങ്ങോട്ടേക്ക് വന്നതെന്നാണ് ബാലന്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ ബാലന്റെ അമ്മ ഒരു കള്ളിയാണ്, അവൾ ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാലന്റെ അച്ഛനെ കുറിച്ച് അവൾ പറയുന്ന കാര്യങ്ങൾ പോലും കള്ളമായിരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ബാലന്റെ യഥാർത്ഥ അമ്മ ഈ ഒരു ക്യാരക്ടർ തന്നെയാണോ എന്നുള്ള സംശയം പലർക്കും ഉണ്ടാകാം. പലരും മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോയുടെ കമന്റിലൂടെ ഈ കാര്യങ്ങൾ ചോദിച്ചിട്ടുമുണ്ട്. എന്നാൽ ബാലന്റെ യഥാർത്ഥ അമ്മ ഇവർ തന്നെയാകണം. കാരണം ബാലനെ പ്രസവിച്ചിട്ടുള്ളത് ജയിലിൽ വെച്ചാണ്. ബാലന് അതിനു മുന്നേ പുറം ലോകത്തെക്കുറിച്ച് അറിയുക പോലുമില്ല. അതുകൊണ്ട് തന്നെ ബാലന്റെ യഥാർത്ഥ അമ്മ ഇവർ തന്നെയായിരിക്കണം. എന്നാൽ ഇവർ പറയുന്ന പല കാര്യങ്ങളും കള്ളമായിരിക്കും. അതേപോലെ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ടോവിനോയുടെ ക്യാരക്ടറിനെ പോലീസ് പിടിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഈ ക്യാരക്ടറിന് എന്ത് സംഭവിച്ചിരിക്കാം എന്ന് വ്യക്തമാക്കുന്നില്ല. എന്നിരുന്നാലും ഈ ക്യാരക്ടർ മിക്കവാറും രക്ഷപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് ഈ അബ്ബാസ് എന്ന ക്യാരക്ടർ തന്നെ കുട്ടിയായിട്ടുള്ള ബാലനെയും മറ്റും ചെറിയ ഒരു കമ്പി ഉപയോഗിച്ച് പോലും ലോക്കെല്ലാം തുറക്കുന്നതിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അബ്ബാസിനെ പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ബാലൻ ഓടി വരുന്നതായും കൈക്ക് കയറി പിടിക്കുന്നതായും കാണാം. സോ എന്തോ ഒരു കാര്യം കയ്യിലേക്ക് കൊടുത്തിട്ടുണ്ടാകാനാണ് സാധ്യതയുള്ളത്. ഒരു പക്ഷേ അത് വല്ല കമ്പിയോ മറ്റോ ആകാം. ആ കയ്യിലുള്ള വിലങ്ങ് തുറക്കുന്നതിന് വേണ്ടിയുള്ള കമ്പിയോ മറ്റോ ആകാം. എന്നാൽ അതിനേക്കാട്ടിലും കൂടുതൽ സാധ്യതയുള്ളത് ആ ലോക്കിന്റെ താക്കോൽ തന്നെയാകാനാണ്. കാരണം പവിത്രൻ എന്ന ആ പോലീസുകാരൻ അബ്ബാസിന്റെ കൈ വിലങ്ങിട്ട് പൂട്ടിയതിനു ശേഷം ആ താക്കോൽ വലതുവശത്തുള്ള പോക്കറ്റിലേക്ക് ഇടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ശേഷം ബാലൻ അബ്ബാസിന്റെ അടുത്തേക്ക് ഓടി വരുന്നതിന് മുന്നേ പവിത്രന്റെ അടുത്തേക്ക് നോക്കുന്നതായും ഓടി വരുന്ന സമയത്ത് പവിത്രനെ ഇടിക്കുന്നതായും സോറി പറയുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇടിക്കുന്ന സമയത്ത് പവിത്രന്റെ വലത്തെ സൈഡിൽ തന്നെയാണ് ഇടിക്കുന്നത്. സോ അതിലൂടെ പവിത്രൻ താക്കോലിടുന്ന പോക്കറ്റ് കാണുകയും ഓടി വരുന്ന സമയത്ത് ആ പോക്കറ്റിൽ നിന്നും താക്കോൽ എടുക്കുകയും അബ്ബാസിന്റെ കൈകളിലേക്ക് അത് കൊടുക്കുകയുമായിരിക്കാം ചെയ്തിരിക്കുന്നത്. അതിലൂടെ അബ്ബാസ് ആ താക്കോൽ മേടിക്കുകയും പോകുന്ന വഴിക്കോ മറ്റോ വിലങ്ങ് തുറന്നുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കാനും സാധ്യതയുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.